ഹലോ എവരിവൺ. നമ്മൾ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 1, ഇൻട്രൊഡക്ഷൻ ടു ഇൻവെസ്റ്റ്മെന്റ്. ഈ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഈ സെക്യൂരിറ്റീസിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഞാൻ ആദ്യം സെക്യൂരിറ്റി അനാലിസിസ് ചുമ്മാ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ആദ്യം ഞാൻ എന്ത് ചെയ്യണം? അതൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത് അറിയണ്ടേ? ആദ്യം എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഞാൻ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണ്? ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻവെസ്റ്റ്മെന്റ് എഫക്ട് ചെയ്യുന്നത്? ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഡീറ്റെയിൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിന്റെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓരോ ചാപ്റ്റേഴ്സ്, ഓരോ പോയിന്റേഴ്സ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് പോവാം. ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇൻഡിവിജ്വൽസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. വേരിയസ് റിസൺസ്. ഇൻഡിവിജ്വൽസ് ഇൻവെസ്റ്റ് മണി ഫോർ വേരിയസ് റിസൺസ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്? പല കാരണങ്ങളാൽ എന്ത് ചെയ്യാറുണ്ട്? ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. They may be earning more than what is required for monthly expenses and thus would like to keep the money in a safe place and also allow the savings to earn a return during the period. അപ്പൊ എല്ലാ ആൾക്കാർക്കും, ഫോർ എക്സാമ്പിൾ എന്നെ പോലുള്ള ആൾക്കാർക്ക്, സാധാരണക്കാരെ എല്ലാവരും എല്ലാം ഒരുപാട് എല്ലാ ആൾക്കാർക്കും അവിടെ മന്ത്ലി എക്സ്പെൻസ് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് എക്സ്ട്രാ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എക്സ്ട്രാ റിട്ടേൺ കിട്ടാൻ എന്ത് ചെയ്യുന്നു? എല്ലാവരും ആഗ്രഹിക്കുന്നു. ഓക്കെ, ഏതൊരു വ്യക്തി, ഇപ്പൊ നിങ്ങളായാലും നിങ്ങളോട് ജോലിക്ക് കയറുമ്പോഴായാലും അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ആണെങ്കിൽ പോകും, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പ്ലസ് പോയിന്റ് ആണ് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എമൗണ്ട് നിങ്ങളുടെ എക്സ്പെൻസ് കഴിഞ്ഞ് സേവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ കുഞ്ഞുനാളിലേക്ക് ആൾക്കാർ കുടുക്കയൊക്കെ പിടിച്ചത് നമുക്ക് കുടുക്കാം അല്ലേ. ഒരു കുടുക്ക നമ്മൾ 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ അല്ലെങ്കിൽ വീടിന് ഓണത്തിനും വിഷുവിനൊക്കെ നമുക്ക് കിട്ടുന്ന പൈസ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ നമ്മൾ അതിലോട്ട് ഇട്ട് വയ്ക്കും. കാരണം നമുക്ക് അതെന്താണോ സേവിങ് ആണ് അല്ലേ. നമ്മൾ സേവ് ചെയ്ത് കുറേ എമൗണ്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് മേടിക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാഷ് നിങ്ങൾക്കൊരു പഠിക്കുന്നതിന്റെ കൂട്ടി ഒരു പാർട്ട് ടൈം ജോലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതൊക്കെ ഒരു വരുമാന മാർഗം. ശരിയല്ലേ. അപ്പൊ അതിൽ നിങ്ങൾ പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഫുള്ള് നിങ്ങൾ അടിച്ചു പിടിച്ച് കളയുകയാണോ ചെയ്യുന്നത്? ഒരു കോമൺ മാൻ എന്ത് ചെയ്യാറുണ്ട്? അവൻ അതിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യും? സേവ് ചെയ്യും. ഇപ്പൊ എനിക്ക് 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ 10 രൂപ ഞാൻ സേവ് ചെയ്യാൻ ശ്രമിക്കും. 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു 10 രൂപ, ദാറ്റ് ഈസ് 10% എങ്കിലും മിനിമം ഞാൻ എന്ത് ചെയ്യണം? അത് സേവ് ചെയ്യണം. അത്രയെങ്കിലും സേവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ക്യാഷ് ഉണ്ടാക്കിയിട്ട് പ്രയോജനം? നമുക്ക് എന്താണ്? നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി. ഇപ്പൊ ആൾക്കാരൊക്കെ ഇപ്പൊ യൂട്യൂബിലും അതിലൊക്കെ നമ്മൾ പറയും ഇങ്ങനെ ഫ്യൂച്ചറിന് വേണ്ടി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഫ്യൂച്ചർ എന്നൊരു സംഭവം ഉണ്ട്. ആ ഫ്യൂച്ചറിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ ക്യാഷിന്റെ മഹത്വം നമ്മൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കണം. സോ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരാളുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ചെറിയ തോതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് എത്താൻ ആരും ഇന്നില്ല. ഈ നമ്മുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു ചെറിയ ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് പോലും ഇല്ലാത്ത ആരുമില്ല. കുഞ്ഞുങ്ങളല്ല, അല്ലാതെ ഒരു ജോലി ചെയ്യുന്ന സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ചെറുതായിട്ടെങ്കിലും ഇവിടെ കാണും ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്കുണ്ടായി. ഓക്കെ, അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്സ്ട്രാ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഏൺ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെന്റ്? Investment is an asset acquired or invested into obtain an additional source of income or gain a profit over a specified period of time. All investments are based on investment decisions. അതായത് ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ ഇല്ല, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. ഞാൻ എക്സ്ട്രാലി ഞാൻ എടുത്തിട്ടുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ല. അപ്പൊ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, an asset acquired or invested into obtain an additional source of income or gain profit. അപ്പൊ എന്താണ്? അതുവരെ നിൽക്കട്ടെ. അതായത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അസറ്റ് അക്യൂർ ചെയ്യുന്നു. ഓക്കെ, ഞാൻ അസറ്റ് എന്ത് ചെയ്യുന്നു? അക്യൂർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അസറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? നിങ്ങളുടെ മനസ്സിൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഓടി വരുന്ന ഫിക്സർ അസറ്റ്. ഫിക്സർ ഞാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അത് മാത്രമല്ല, ഞാനിപ്പോ ഒരു ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ അത് എന്റെ അസറ്റാണ്. ഓക്കെ, അസറ്റ് മീൻസ് സംതിങ് വാല്യൂബിൾ. ഓക്കെ, എന്തെങ്കിലും വാല്യൂ ഉള്ള തിങ്സിനെ നമ്മൾ എന്തെന്ന് പറയാം? നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ അസറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? അക്യൂർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ലാൻഡ് മേടിച്ചു വെച്ചു, ഞാൻ അക്യൂർ ചെയ്യുക. ഓക്കെ, ഞാൻ കുറച്ച് ഗോൾഡ് മേടിച്ചു വെച്ചു, ഞാൻ എന്താണ്? അക്യൂർ ചെയ്യുന്നു. മനസ്സിലായോ? ഞാൻ എന്തെങ്കിലും കുറച്ച് പ്രോപ്പർട്ടി മേടിച്ചു വെച്ചു, അത് ഞാൻ അക്യൂർ ചെയ്യുന്നു. ഞാൻ കുറച്ച് ഷെയറുകൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഷെയർ പർച്ചേസ് ചെയ്തു, അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിലൊന്നും ഞാൻ അക്യൂർ ചെയ്യുന്നു മാത്രമല്ല, അത് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. അപ്പൊ ഞാൻ അസറ്റ് അക്യൂർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്റ്റെയിൻ ആൻ അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ഓർ ഗെയിൻ പ്രോഫിറ്റ്. ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം എന്ത് ചെയ്യുന്നു? എനിക്ക് ഒബ്റ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്യണം? എനിക്ക് കിട്ടണം.
ഓക്കെ, ഒന്നും ചുമ്മാതല്ല. എനിക്ക് എന്തെങ്കിലും എന്തുണ്ടായിരിക്കണം, ഒരു നേട്ടം ഉണ്ടായിരിക്കണം. സോ ഒരു അഡീഷണൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം, ഒരു സ്പെസിഫൈഡ് പീരീഡിൽ എന്ത് ചെയ്യണം, അത് നടക്കണം. ഓക്കെ, നിങ്ങളുടെ വീട്ടുകാർ ചോദിച്ചു നോക്കിയാൽ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കാണും ബാങ്കിൽ. 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ 5 വർഷത്തേക്കോ എന്ത് ചെയ്യാറുണ്ട്, ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ അവർക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ KSF ഒരു ചിട്ടിയെങ്കിലും എന്ത് ചെയ്യും അവർക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ അയലത്തെ ചേച്ചിയുമായിട്ട് വരുന്നെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ഒരു ചിട്ടിയെങ്കിലും നിങ്ങളുടെ വീട്ടുകാർക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ എന്തിനാണ്, അവർക്ക് അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം കിട്ടുകയാണ്. ഇപ്പൊ വീട്ടുകാർ ചിട്ടിയിൽ ചെയ്തിരുന്നു, എനിക്ക് ആദ്യം ചിട്ടിയുടെ പ്രസക്തി അറിയത്തില്ലായിരുന്നു. എന്തിനാ ഇവരൊക്കെ ചിട്ടി ചെയ്യുന്നത്, എന്റെ അമ്മ ചിട്ടി നടത്തിയ വ്യക്തിയായിരുന്നു. അപ്പൊ എന്തിനാ ഈ ചിട്ടി നടത്തിയത്, എന്തോ പ്രയോജനം, ഇപ്പൊ ക്യാഷ് മേടിക്കുന്നു, അവരെ ക്യാഷ് കൊടുക്കുന്നു. അതിൽ എന്താണ്, ആ ക്യാഷ് ഇപ്പൊ ഞാനൊരു ചിട്ടി, എനിക്കൊരു ചിട്ടി, ഞാൻ ചിട്ടിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഞാനൊരു 1000 രൂപ ഞാൻ എടുക്കും, ചിലപ്പോൾ ഒരു 30,000 രൂപ ചിട്ടി ആയിരിക്കാം. അപ്പൊ നറുക്കിട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, 30,000 രൂപ കിട്ടും. വിത്തൗട്ട് ഇൻട്രസ്റ്റ് എനിക്ക് എന്ത് ചെയ്താൽ മതി, ആ ക്യാഷ് ഫുള്ള് എനിക്ക് എന്ത് ചെയ്യാം, 1000 രൂപ വെച്ചാണെങ്കിൽ എനിക്ക് 1000 രൂപ തിരിച്ചടച്ചാൽ മതി. ഒരു 1000 കൂടെ എക്സ്ട്രാ അടയ്ക്കണമെന്ന് മാത്രം. പക്ഷെ എന്താണ്, നമുക്ക് പ്രോഫിറ്റബിൾ ആണ്, ഇല്ലേ? എനിക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ, എനിക്ക് കടക്കാരെ പേടിക്കണം, ആ ഒരു ടെന്യൂർ എനിക്ക് എന്ത് ചെയ്യാൻ, കൃത്യമായിട്ട് അടച്ചു പോകാൻ സാധിക്കുന്നു. അപ്പോ ഒരു സ്പെസിഫൈഡ് പീരീഡിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അതിനാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവർ അസറ്റ് അക്യൂർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ ബേസ് ചെയ്തിരിക്കുന്നു. എല്ലാ ഇൻവെസ്റ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ ബേസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ചോദ്യം, എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ? ഓക്കെ, നമുക്ക് നോക്കാം, കിടപ്പുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ റെഫേഴ്സ് ടു സെലക്ടിങ് ആൻഡ് അക്യൂറിംഗ് ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം അസറ്റ്സ് ഇൻ വിച്ച് ഫണ്ട് വിൽ ബി ഇൻവെസ്റ്റഡ് ബൈ ദി. അതായത് ഞാനൊരു ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ സെലക്ട് ചെയ്യണം. എനിക്ക് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് ഞാൻ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, എനിക്ക് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം, അല്ലെങ്കിൽ എനിക്ക് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ഇടണം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എനിക്ക്, അപ്പൊ ഞാനൊരു സുകന്യ സമൃദ്ധി അക്കൗണ്ട് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഒരു ചിട്ടിയിൽ ചേരണം, അതല്ലെങ്കിൽ ഞാനൊരു കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് അസറ്റ്സ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യണം. ദാറ്റ്സ് മൈ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് നമുക്കുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് നമുക്കുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബെസ്റ്റ് വൺ നമ്മൾ ചൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് വെച്ച് ക്യാരക്ടേഴ്സ് പറയുന്നത്, ഇറ്റ് ഇൻവോൾവ്സ് ദ കമ്മിറ്റ്മെന്റ് ഓഫ് ഫണ്ട്സ് അവൈലബിൾ വിത്ത് യു ഓർ ദാറ്റ് യു വുഡ് ബി ഗെറ്റിംഗ് ഇൻ ദ ഫ്യൂച്ചർ. എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ചാണ്. Okay, എനിക്ക് എത്ര ഫണ്ട് എന്റെ കയ്യിലുണ്ട് അതനുസരിച്ച് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കൂടാതെ എനിക്ക് എന്ത് ഫ്യൂച്ചർ എനിക്ക് കിട്ടണം, എനിക്ക് ഫ്യൂച്ചറിൽ എന്ത് വേണം, ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിന് എന്റെ കയ്യിൽ എന്ത് സോഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ലീഡ്സ് ടു അക്വിസിഷൻ ഓഫ് എ പ്ലോട്ട്, ഹൗസ് ഓർ ഷെയർ ആൻഡ് ഡിവിഡൻഡ്സ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ പറയാം, ചിലപ്പോൾ ഒരു പ്ലോട്ടിന്റെ അക്വിസിഷൻ ആകാം, അല്ലെങ്കിൽ വീടാകാം, അല്ലെങ്കിൽ ഷെയർ, ഡിവിഡൻഡ് എക്സെട്ര ഏതുമാകാം ഇത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ദ ഫിസിക്കൽ ഓർ ഫിനാൻഷ്യൽ അസറ്റ് യു ഹാവ് അക്യൂർഡ് ഈസ് എക്സ്പെക്ടഡ് ടു ഗിവ് സർട്ടൻ ബെനിഫിറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ പീരീഡ്. അപ്പൊ ആ അസറ്റുകളൊക്കെ എന്തായിരിക്കണം, എനിക്കത് ഫ്യൂച്ചർ പീരീഡിൽ എനിക്ക് എന്തെങ്കിലും എന്തുണ്ടായിരിക്കണം, ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. ഫ്യൂച്ചർ പീരീഡിൽ എനിക്ക് അതുകൊണ്ട് എന്തുണ്ടായിരിക്കണം, ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യാവൂ, ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഓക്കെ, ഞാനിപ്പോ ഒരു ലാൻഡ് മേടിച്ചു. ആ ലാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഭാഗത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു NH പ്രപ്പോസൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ റെയിൽവേ കുറച്ച് അടുത്തൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു എയർപോർട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മേജർ സിറ്റിയുടെ അടുത്താണ്. അങ്ങനെയുള്ള ഏരിയയ്ക്കാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു വണ്ടി പോലും ചെല്ലാത്ത, വെള്ളം പോലും കിട്ടാത്ത ഒരു മലയുടെ മുകളിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയി ഒരു ഭൂമി മേടിച്ചിട്ടു. അവിടെ ഒരു പ്രയോജനവുമില്ല, മൊത്തം പാറയും വെള്ളവും കിട്ടുന്നില്ല, ഉള്ളോട്ടുണ്ടാവുന്നു, നീരുപ്പുണ്ടാവുന്നു, ഒക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്. ഞാൻ അവിടെ പോയി ലാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ ഒരു സെന്റിന് 1,00,000 രൂപ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ അവിടെ ഒരു 10,000 രൂപ ചിലപ്പോൾ പിന്നീട് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന പോർട്ട്ഫോളിയോസ് എന്തായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ്, അല്ലെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ എന്തായിരിക്കണം, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യാവൂ, അത് ഇൻവെസ്റ്റ് ചെയ്യൂ. ഇൻവെസ്റ്റ്മെന്റ് കൺസെപ്റ്റ് എന്താണ്? ഓക്കെ, എന്താണ് ഇൻവെസ്റ്റ്മെന്റ് കൺസെപ്റ്റ്, എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എന്തുണ്ട് ഇതിനകത്ത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ കേട്ടുള്ള കാര്യമാണ്, എങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ കൂടെ എന്ത് ചെയ്യാം ഇതിനകത്ത്.
അപ്പൊ എന്താണ് കൺസെപ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ടേക്സ് പ്ലേസ് when an investor postpones his or her consumption which is initially converted into savings and subsequently into investment. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ സേവിങ്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇനിഷ്യൽ എന്റെ കയ്യിലുള്ള ക്യാഷിനെ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു സേവിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് എങ്ങോട്ടേക്ക് മാറ്റുന്നു, അത് ഞാൻ ഇൻവെസ്റ്റ്മെന്റിലോട്ട് ഞാൻ മാറ്റുകയാണ്. ഇപ്പൊ എനിക്ക് സാലറി ആയിട്ട് എനിക്ക് 25,000 രൂപ കിട്ടുവാണെങ്കിൽ ഞാൻ 20,000 രൂപ അത് ഞാൻ അതിന് യൂസ് ചെയ്തു, ബാക്കി ഞാൻ എന്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ 5,000 രൂപ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ഞാൻ എവിടെയും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ബൈ നോട്ട് സ്പെൻഡിങ് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് യുവർ സാലറി യു ആർ സേവിങ് എ പാർട്ട് ഓഫ് യുവർ സാലറി ഇൻകം ഫോർ ദ ഫ്യൂച്ചർ നീഡ്സ്. ഞാൻ എന്ത് ചെയ്യുന്നില്ല, എന്റെ സാലറി ഒരിക്കലും ഞാൻ ഫുള്ളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, യൂട്ടിലൈസ് ചെയ്ത് കളയുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു പാർട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ചാൽ മതി, കിട്ടുന്ന ശമ്പളം മൊത്തം അടിച്ചു കുടിച്ച് കളയുകയാണോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ചിലപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്താ കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ ജോലി കിട്ടിയ ആൾക്കാർക്ക് പറയും, കിട്ടുന്ന ശമ്പളം മൊത്തം എന്ത് ചെയ്ത് വെച്ചാൽ ദൂർത്തടിച്ച് കളയരുത്, അതിൽ കുറച്ചൊക്കെ എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം എന്നൊക്കെ എന്ത് ചെയ്യും. സേവിങ് ഓഫ് ദിസ് കൈൻഡ് റൺ ഇൻ ടു റിസ്ക് ഓഫ് ലോസ് ഓഫ് വാല്യൂ ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. ചില കേസുകൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് റിസ്ക് ലോസ് ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, ഇപ്പൊ ഞാനൊരു കമ്പനിയുടെ ഷെയറിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെവി റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഷെയർ മാർക്കറ്റെല്ലാം ഇടിഞ്ഞു പോയി. മാർക്കറ്റ് ഇടിഞ്ഞു വെച്ചാൽ മാർക്കറ്റ് ഇടിഞ്ഞോളിഞ്ഞ് വീണതല്ല, മാർക്കറ്റിന്റെ പോയിന്റ് എന്ത് ചെയ്തു, ആ ദിവസം എന്ത് ചെയ്തു, വിറ്റ എല്ലാ സെക്യൂരിറ്റീസും ഉണ്ടായിരുന്നു നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് സെക്യൂരിറ്റീസിനെല്ലാം വാല്യൂ എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. മനസ്സിലായ, സെക്യൂരിറ്റീസിനെ വാല്യൂ എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. അങ്ങനെയൊക്കെ ചില കേസുകളിൽ എന്ത് ചെയ്യാം, എനിക്ക് ലോസ് സംഭവിക്കാം. ചിലപ്പോൾ ഞാൻ ഗോൾഡ് മേടിച്ചു വെച്ചു, ഇഷ്ടംപോലെ ഗോൾഡ് മേടിച്ചു, ഗോൾഡ് ചിലപ്പോൾ എന്ത് വില കുറയാം. ലാൻഡ് മേടിച്ചു വെച്ചു, ലാൻഡിനും പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ വില കുറയാൻ സാധ്യത. സോ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ലോസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി. In order to prevent erosion of value of your savings, the amount saved has to be invested at least by depositing the amount in the savings bank. അപ്പൊ നമുക്ക് നഷ്ടം വരാതിരിക്കാൻ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഒരു ബാങ്കിലെങ്കിലും ഇൻവെസ്റ്റ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്തില്ല, നഷ്ടം വരില്ല. കാരണം എന്താണ്, അത് ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇപ്പൊ എന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എനിക്ക് ബാങ്കിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുവാണെങ്കിൽ എനിക്ക് ഗവൺമെന്റ് ഗ്യാരണ്ടി എടുക്കും, എന്തായാലും എന്ത് ചെയ്യണം, തിരിച്ച് കിട്ടിയേ പറ്റത്തുള്ളൂ. അത് ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് ആണ്. സോ നമുക്ക് ഇങ്ങനെയുള്ള വാല്യൂറേഷൻ സംഭവിക്കാതിരിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ്. There are several options if the money you are saving is not required in the near future, and the number of options increases if you are willing to assume a bit of risk in your investment. അപ്പൊ ഞാൻ എന്റെ സാലറിയുടെ ഫുള്ളും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ചെലവാക്കുന്നില്ല, കുറച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ ഭാവി റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ചെലവഴിച്ച് കളയാൻ എനിക്ക് കുറച്ച് വെച്ച് ഞാൻ 5,000 രൂപ സേവ് ചെയ്ത് കഴിഞ്ഞാൽ 5,000 രൂപ സേവ് എനിക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഏതൊക്കെ ആയിരിക്കാം, ചില ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കാം, ബോണ്ട് ആയിരിക്കാം, ഡിബഞ്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കാം, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് നമുക്കുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഏതെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി, കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചുമ്മാ പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിനെക്കുറിച്ച് വ്യക്തമായി സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഇൻവെസ്റ്റ്മെന്റ്. It is interesting to observe that all investment decisions arise from a trade-off between current and future consumptions. അപ്പോ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും ഡിസിഷൻസ് എടുക്കുന്ന പ്രധാനപ്പെട്ട ട്രേഡ് ഓഫ് ആണ്. അതായത് എന്താണ്, ട്രേഡ് ഓഫ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ കൺസപ്ഷൻ. എന്റെ കറണ്ട് കൺസപ്ഷനും എനിക്ക് ഫ്യൂച്ചർ കൺസപ്ഷനും ഉണ്ട്. കറന്റ്ലി എനിക്ക് എന്ത് ആവശ്യമുണ്ട്, എനിക്ക് ഫ്യൂച്ചറിൽ എന്ത് ആവശ്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കറന്റ്ലി എത്ര ഫണ്ട് ആവശ്യമുണ്ട്, എനിക്ക് ഫ്യൂച്ചറിൽ എത്ര ഫണ്ട് ആവശ്യം ഉണ്ടായേക്കാം. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ ജസ്റ്റ് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. We can assume an individual who has ₹50,000. അയാൾക്ക് എന്താണ്, ഒരാൾ 50,000 രൂപ ഉണ്ട്, ഒരാളുടെ 50,000 രൂപ ഉണ്ട്, which he or she can either spend on current consumption of investment, say for 1 year at least 11%. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ചിലപ്പോൾ എന്ത് ചെയ്യും, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു 15% ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നു, അയാൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇയാളുടെ കറണ്ട് കൺസപ്ഷൻ പറയുന്നത് 0 to 50,000 ആണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, അയാള് ഫുൾ എമൗണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ എന്റെ 50,000 ഉണ്ട്, ഇപ്പൊ സാലറി ആവണമെന്നില്ല, എനിക്ക് 50,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഫുള്ള് കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ പാർട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. സോ അവരുടെ കറണ്ട് കൺസപ്ഷൻ, നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പോൾ അയാളുടെ കറണ്ട് കൺസപ്ഷൻ CO എന്ന് പറയുന്നത് അത് എവിടെ തൊട്ട് ഇവിടെ വരാം, 0 to 15,000 വരെ വരാം. എനിക്ക് എന്ത് ചെയ്യാം, എന്റെ കയ്യിരിക്കുന്ന കിട്ടിയ 50,000 രൂപ എനിക്ക് ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കാം, അല്ലെങ്കിൽ പാർട്ടും എനിക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. സപ്പോസ് ഞാൻ അത് ഫുള്ളും ഇൻവെസ്റ്റ് ചെയ്യുന്നു വെച്ചോ, ഞാൻ എന്ത് ചെയ്തു, ഫുള്ളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചു. Similarly, his future consumption can be as
ഹയസ്റ്റ് 50,500. അതായത് എങ്ങനെ 55,500 അയാൾക്ക് കിട്ടുന്ന ഫ്യൂച്ചറിൽ അയാൾ 50,000 രൂപയ്ക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അയാൾ ഇൻവെസ്റ്റ് ചെയ്തത്. എത്ര ശതമാനം ഇൻട്രസ്റ്റ്? 11% ഇൻട്രസ്റ്റ്. അപ്പൊ 11 × 5 55 എന്താണ് 5,500 എന്ത് ചെയ്തിട്ടുണ്ട് അയാൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ 50,000 5,500 കൂടി 55,500 രൂപ എന്ത് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട് അയാൾക്ക് കിട്ടും. ഓക്കെ, അയാൾ 50,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പീരീഡിൽ ഒരു 1 ഇയർ കഴിയുമ്പോൾ എന്ത് ചെയ്യാം, അയാൾക്ക് 55,500 രൂപ 11% ഇൻട്രസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ 55,500 രൂപ എന്ത് ചെയ്യുന്നുണ്ട് അയാൾക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും, എല്ലാ ആൾക്കാരും എന്ത് ചെയ്യത്തില്ല, കിട്ടുന്ന പൈസ അപ്പാടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പൊ സാലറി ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ അത് ഒരിക്കലും ഫുൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, കാരണം അവർക്ക് എക്സ്പെൻസീവ് ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവര് കിട്ടുന്നതിന്റെ ഒരു പാർട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പൊ 30,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട് അവര് സ്പെൻഡ് ചെയ്യും. കിട്ടുന്ന 50,000 30,000 അവർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 20,000 എന്താണ് അവരുടെ സേവിങ്സ് ആണ്. ഓക്കെ, 30,000 എന്ത് ചെയ്തു അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20,000 എന്താണ് അവർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്തു, ആ 20,000 എന്ത് ചെയ്തു 11% ഇൻട്രസ്റ്റിൽ 1 ഇയറിലേക്ക് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര കിട്ടും, 1 ഇയർ കഴിയുമ്പോൾ 22,000 എന്ത് ചെയ്തിട്ടുണ്ട് അയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ബെനിഫിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അയാൾക്ക്. ഓക്കെ, ആ ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ നിങ്ങൾ നോക്കൂ. അതായത് 50,000 ആദ്യം ഞാൻ പറഞ്ഞ അയാൾക്ക് 50,000 ആണ് അയാൾക്ക് കിട്ടിയ ക്യാഷ്. അയാൾ ചിലപ്പോൾ അത് ഫുൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് 0 to 50,000 അയാളുടെ ഇൻവെസ്റ്റ് ഇതാണ്. 0 to 50,000 ആണ് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യാം, അയാൾക്ക് കിട്ടുന്ന ഫ്യൂച്ചർ ഇവിടെ 55,000 55,500 ആണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യാം, അയാൾക്ക് 30,000 രൂപ ചിലപ്പോൾ എന്ത് ചെയ്യും അയാൾ കൺസ്യൂം ചെയ്തു. അതിൽ ബാക്കി കിട്ടുന്ന 20,000 എന്ത് ചെയ്തു അയാൾ സേവ് ചെയ്യാൻ ശ്രമിച്ചു. 20,000 ആണെങ്കിൽ എന്ത് ചെയ്യാം, അയാൾ ചിലപ്പോൾ ഒന്ന് സേവ് ചെയ്യാൻ കഴിയും. സോ ഇതാണ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നത്. അതായത് കിട്ടുന്ന പൈസ എനിക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം അത് പാർട്ട് കൺസ്യൂം ചെയ്ത് എനിക്ക് എന്റെ ബാക്കി എനിക്ക് എന്ത് ചെയ്യാം അതും മറ്റുള്ള ഇൻവെസ്റ്റ്. ഓക്കെ, ഇതാണ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത് നമുക്ക് പോകണം മറ്റൊരു ടോപ്പിക്കിലേക്കാണ്. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കാൻ നമ്മൾ ഓർത്തിരിക്കേണ്ട, അല്ലെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് സ്പെക്യുലേഷൻ, അതുപോലെ ഗാംബ്ലിംഗ്. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഈ സ്പെക്കുലേഷനും ഗാംബ്ലിങ്ങിനൊക്കെ കുറച്ച് ഡിഫറൻസ് ഒക്കെ മുമ്പ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫറൻസ് ഒക്കെ പഠിച്ചു വെച്ചോണം, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ സ്പെക്കുലേഷനും ഗാംബ്ലിംഗ് എന്താണ് സ്പെക്കുലേഷൻ? നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വേർഡാണ് സ്പെക്കുലേഷൻ. ഞാനിപ്പോ ഒരു ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കി കേൾക്കേണ്ട ഒരു വാക്കാണ് ഇത് സ്പെക്കുലേഷൻ എന്നാണ്. ആരാണ് സ്പെക്കുലേറ്റർ എന്നുള്ളത്? ഓക്കെ, സ്പെക്കുലേഷൻ ഇസ് ദ ആക്ട് ഓഫ് ടേക്കിംഗ് എ കാൽക്കുലേറ്റഡ് റിസ്ക് ഇൻ ആൻ അൺസർട്ടൺ ഔട്ട്കം. ഇറ്റ് ഇൻവോൾവ്സ് some sort of unexpected positive return on investment even if the end result is a loss. സ്പെക്കുലേഷൻ പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അൺസർട്ടൺ ഇൻകത്തിന്റെ റിസ്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യാണ്. എനിക്ക് ഫ്യൂച്ചറിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഇൻകം വന്നേക്കാം. ആ ഇൻകം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ അതിന് എത്രത്തോളം റിസ്ക് ഉണ്ടായിരിക്കാം. എന്താ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നു, വാട്ട് ഈസ് റിസ്ക്? ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടില്ല, കേൾക്കുമ്പോൾ നിങ്ങൾ അത് എഴുതി വെക്കാം. റിസ്ക് വെച്ചാൽ നമുക്ക് രണ്ട് മീനിങ്ങിൽ പറയാം. റിസ്ക് എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ ടേംസിൽ നമ്മൾ റിസ്കിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, റിസ്ക് മീൻസ് ചാൻസസ് ഓഫ് ലോസ്, നഷ്ടം വരാനുള്ള സാധ്യത നമ്മൾ എന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത്. കൊമേഴ്സ് പഠിച്ച ഏതൊരാൾ ആദ്യം പറയുന്ന ഒരു കാര്യം വാട്ട് ഈസ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് ഓഫ് ലോസ്. ഇനി നമ്മൾ ഷെയറിന്റെ ബേസിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ ബേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിലിറ്റി ഇൻ എക്സ്പെക്ടഡ് റിട്ടേൺ. ഞാൻ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഷെയർ പർച്ചേസ് ചെയ്ത് 100 രൂപയ്ക്ക് ഞാൻ ഒരു ഷെയർ മേടിച്ചു. ഒരു കമ്പനിയുടെ എക്സ് എന്ന കമ്പനിയുടെ ഷെയർ ഞാൻ 100 രൂപയ്ക്ക് ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് എന്താണ്, ഒരു 2 മാസം കഴിയുമ്പോൾ 200 രൂപ ആകുമെന്നുള്ളത്. 200 ആയി കഴിഞ്ഞാൽ എന്താണ്, എനിക്കത് പ്രോഫിറ്റ് ആണ്, ഇരട്ടി ലാഭമാണ് എനിക്ക് കിട്ടുന്നത് ഇല്ലേ. അതായത് 100 രൂപ കളിച്ചത് ഞാൻ ഇരട്ടി വിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, തിരിച്ചു വിൽക്കുകയാണ് ചെയ്യുന്നത്. ആ ഷെയറിന്റെ വാല്യൂ 100-ൽ താണാൽ എന്താണ്, അതെനിക്ക് നഷ്ടമാണ്. ഓക്കെ, അപ്പോ ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ 200 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ 150 കിട്ടുന്നുള്ളൂ. അതും എന്താണ്, റിസ്ക് ആണ്. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 200 ഡബിൾ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. 100% ഇൻക്രിമെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തെങ്കിൽ ചിലപ്പോൾ എനിക്ക് 50% ഇൻക്രിമെന്റ് കിട്ടി. അതെന്താണ്, അതൊരു റിസ്ക് ആണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിൽ എന്ത് ചെയ്യുന്നു, വേരിയബിലിറ്റി ഉണ്ടാകുന്നതിന് എന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെക്കുലേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇൻകം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൽ എന്ത് റിസ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് സം സോർട്ട് ഓഫ് എക്സ്പെക്ടഡ് പോസിറ്റീവ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈവൻ ഇഫ് ദ എൻഡ് റിസൾട്ട് ഇസ് ലോസ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഞാൻ പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ അതിന്റെ എൻഡ് റിസൾട്ട് ചിലപ്പോൾ ലോസ് ആയിരിക്കാം, ചിലപ്പോൾ നഷ്ടം സംഭവിച്ചേക്കാം. എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം എനിക്ക് പ്രോഫിറ്റ് കിട്ടി, പിന്നെ ലോസ് വന്നു, പിന്നെയും ലോസ് വന്നു, പിന്നെയും പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ പ്രോഫിറ്റ് ലോസ് തമ്മിലുള്ള കളിയാണ് ഇത് ഷെയർ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ലോസ് കിട്ടി, അയ്യോ എനിക്ക് ലോസ് കിട്ടി, എനിക്കിനി ചെയ്യാൻ വയ്യേ എന്നൊന്നും ചിന്തിക്കരുത്. എന്ത് ചെയ്യണം, ലോസ് ഉണ്ടാകാം,
അതിനനുസരിച്ച് എനിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, പ്രോഫിറ്റും കിട്ടിയേക്കാം. അപ്പൊ ആ റിസ്കിനെയൊക്കെ എങ്ങനെയൊക്കെ കുറയ്ക്കണമെന്ന് നമ്മൾ ഈ മൊഡ്യൂൾ, ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ബിഫോർ എൻഗേജിങ് ഇൻ എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, സ്പെക്കുലേറ്റേഴ്സ് കാൽക്കുലേറ്റ് റിസ്ക് ആൻഡ് കണ്ടക്ട് റിസർച്ച്. അവരെന്ത് ചെയ്യുന്നുണ്ട്, റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുകയും ഒരു റിസർച്ച് നടത്തുകയും ചെയ്യും. റിസർച്ച് നടത്തുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ റിസർച്ച് എന്ന് പറയുമ്പോൾ റിസർച്ച് നടത്തുമ്പോൾ ഞാൻ എൻ്റെ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്തു, ഞാൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിന്റെ സാമ്പിൾ കളക്ട് ചെയ്തു, ക്വസ്റ്റ്യൻ തയ്യാറാക്കി. വലിയ ടൈപ്പ് റിസർച്ച്. ഇതൊരു ചെറിയ റിസർച്ച്. ഞാൻ എന്ത് ചെയ്തു, ഓവറോൾ ചെന്നപ്പോൾ ഞാൻ ആ കമ്പനിയെ കുറിച്ചും, ആ കമ്പനി ഏതാണ്, എന്താണ് ആ കമ്പനി എന്ത് ചെയ്യുന്നു, അവരുടെ പ്രോഫിറ്റ് എത്ര, അവരുടെ ഒരു 5 ഇയർ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് നോക്കുന്നത്, അവർ പ്രോഫിറ്റ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഒന്ന് സ്റ്റഡി ചെയ്യും. അതിനെ നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ സ്പെക്കുലേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുകയും ഒരു റിസർച്ച് നടത്തുകയും ഒരു സ്റ്റഡി നടത്തുകയും ചെയ്യുന്നുണ്ട്. They speculated buy or sell asset in the hope of making larger profit than he റിസ്ക്. അതായത് എന്ത് റിസ്കിനെ കാട്ടി അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലും അവന് പ്രോഫിറ്റ് കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ചില ആൾക്കാർ വാങ്ങാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്, ചില ആൾക്കാർ വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമ്മൾ ബുള്ള് ബീർ എന്നൊക്കെ പേര് പറയുന്നുണ്ട്. നമുക്ക് പഠിക്കാനുണ്ട്, മുമ്പോട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോ ഒരു ലാർജർ പ്രോഫിറ്റ് എനിക്ക് ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സെക്യൂരിറ്റി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. സ്പെക്കുലേറ്റർ ടേക്ക് റിസ്ക് നോയിങ് ദാറ്റ് ദ മോർ റിസ്ക് ദേ ആർ, ദ ഗ്രേറ്റർ ഈസ് ദ പൊട്ടൻഷ്യൽ ഗെയിൻ. മനസ്സിലാക്കേണ്ട കാര്യം, റിസ്ക് എത്രത്തോളം കൂടുന്നു അതനുസരിച്ച് റിട്ടേണും കൂടുതലായിരിക്കും. ബാങ്കിൽ എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് 6% മാക്സിമം 8% കിട്ടുന്നത്? കാരണം അവിടെ റിസ്ക് വളരെ കുറവാണ്, റിസ്ക് വളരെ കുറവാണ്, അതുകൊണ്ടാണ് റിട്ടേൺ അത്രയും കിട്ടുന്നത്. ഇനി ഞാൻ ഒരു ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 10% ആണോ, 15% ആണോ, ചിലപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം 100% വരെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനു വേണ്ടി കിട്ടിയേക്കാം. ഓക്കെ, നമ്മൾ അതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്, വളരെ കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? അതനുസരിച്ച് എന്തുകൊണ്ട് റിസ്ക് ആണ്. 100% പ്രോഫിറ്റും കിട്ടാം, 100% ലോസും കിട്ടാനുള്ള സാധ്യത. അപ്പൊ ആ ഒരു പോസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത്. സോ റിസ്ക് കൂടുന്നത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ആൾസോ അവെയർ ദാറ്റ് ദേ മേ ലോസ് മോർ ദാൻ ദേ ഗെയിൻ. അവർക്ക് എപ്പോഴും ബോധമുണ്ട്, അവർക്ക് കിട്ടിയതിനെക്കാട്ടിയും കൂടുതൽ എന്ത് ചെയ്യാം, അവർക്ക് നഷ്ടപ്പെട്ടേക്കാം. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ശ്രദ്ധിച്ചു മാത്രമേ ഷെയറിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു അൺസർട്ടൺ ഇൻകത്തിന്റെ, ഓക്കെ, അൺസർട്ടൺ ഔട്ട്കമിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, റിസ്കിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. റിസ്ക് എത്രത്തോളമാണ് ഞാൻ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ എന്ത് ചെയ്യും, വാങ്ങിയാൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ വിറ്റാൽ പ്രോഫിറ്റ് കിട്ടുമോ എന്നൊക്കെ എന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നതാണ് സ്പെക്കുലേഷൻ. ഇത് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പെക്കുലേറ്ററും ഇൻവെസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ ഇത് നമുക്ക് പഠിച്ചു വെക്കണം. എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ബേസിക്സിലെ തുടക്കം വരുന്ന നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഏരിയയും നമ്മൾ എന്ത് ചെയ്യണം, ടച്ച് ചെയ്ത് പോകാം. അപ്പൊ എന്താണ് സ്പെക്കുലേറ്റർ നോക്കാം. ദ ടൈം ഹൊറൈസൺ ഓഫ് എ സ്പെക്കുലേറ്റർ ഇസ് ഷോർട്ട്. സ്പെക്കുലേറ്റർ ടൈം ഹൊറൈസൺ എന്താണ്, ടൈം ഹൊറിസോൺ എന്താണ്, അത് ഷോർട്ട് ആണ്. വളരെ ചെറിയ രീതിയിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ റിട്ടേൺ ചെയ്യാനാണ് ചെയ്യുന്നത് സ്പെക്കുലേറ്റർ ആഗ്രഹിക്കുന്നെങ്കിൽ. ഇൻവെസ്റ്ററിന്റെ ടൈം ഹൊറിസോൺ എന്താണ്, ലോങ് ആണ്. അയാൾക്ക് ലോങ് ടേമിലെങ്കിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിരിക്കും, ഞാൻ ഒരു 5 വർഷത്തേക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. എന്റെ ഒരു 10 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യാം, ഒരു 5 വർഷത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ലോങ് ടേം ആണ്. ഓക്കെ, പക്ഷെ സ്പെക്കുലേറ്റർ അങ്ങനല്ല. അയാൾ എന്താണ്, ഷോർട്ട് പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സ്പെക്കുലേറ്റർ എന്ന് പറയുന്നത്. The speculator expect abnormal return earned quickly over short period. അയാൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നത്, അബ്നോർമൽ റിട്ടേൺ, അതായത് അയാൾ എക്സ്പെക്ട് ചെയ്യാത്ത അൺഎക്സ്പെക്ടഡ് റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ എനിക്ക് കിട്ടിയേക്കാം. പക്ഷെ ഇൻവെസ്റ്റർ എന്ന് പറയുന്നതായിരിക്കും, ദ ഇൻവെസ്റ്റർ എക്സ്പെക്ട് എ ഗുഡ് റിട്ടേൺ ഇൻ കൺസിസ്റ്റന്റ് പെർഫോമൻസ് ഓവർ എ ടൈം. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗുഡ് റിട്ടേൺ, അതായത് എനിക്ക് അറിയാം അത്ര കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി 10% പലിശയ്ക്ക് ഇൻവെസ്റ്റ്, ഫോർ എക്സാമ്പിൾ 10% പലിശയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തില്ല, 1 ലക്ഷം രൂപ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ 10,000 രൂപ എനിക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അതേ 10,000 രൂപയ്ക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ആ ഒരു ഗുഡ് എക്സ്പെക്ടേഷൻ മാത്രമേ ആർക്കുണ്ടായിരിക്കുള്ളൂ, ഇൻവെസ്റ്ററിനുണ്ടായിരിക്കുള്ളൂ. The speculator makes a rapid shift to greater postures. He or she move from one stock to another for a small profit. അപ്പൊ എന്ത് ചെയ്യും, അവര് ഒരു ഷെയർ എടുത്ത് വിറ്റിട്ട് അടുത്ത ഷെയറിലേക്ക് പെട്ടെന്നോട്ടൊന്ന് മാറി കളിക്കും. ഒരു കൺസിസ്റ്റന്റ് ഷെയറിലേക്ക് എന്ത് ചെയ്തില്ല, അവര് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കത്തില്ല. ഇപ്പൊ ഞാൻ ഒരു ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ വില കുറയുന്നു തോന്നി, അല്ലെങ്കിൽ വില കൂടുന്നെങ്കിൽ ഞാൻ പിന്നെ വെച്ചോണ്ടാ നഷ്ടം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഞാനത് വിറ്റ് കളയാം. ഓക്കെ, അപ്പൊ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു ചാടി. ഇൻവെസ്റ്റർ ജനറലി സ്റ്റിക്സ് ഇൻടു ഹിസ് ഓർ ഹെർ ഇൻവെസ്റ്റ്മെന്റ്. അയാൾ എന്ത് ചെയ്യും, ഇപ്പൊ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി, ഞാൻ ഇന്നുകൊണ്ട് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു,
ഞാൻ നാളെ കൊണ്ടുപോയി റിട്ടേൺ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ആരും അങ്ങനെ ചെയ്യാറില്ല. അത് ഇരട്ടി പണിയാണ്. ഓക്കെ. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരേ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെ എന്ത് ചെയ്യും? സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവരായിരിക്കും ഇൻവെസ്റ്റേഴ്സ്. സ്പെക്കുലേറ്റേഴ്സ് ടേക്ക് റിസ്ക് ബൈ എന്ററിംഗ് ഇൻ ടു മാർജിൻ ട്രേഡിംഗ്. അതായത് ബോറോഡ് ഫണ്ട് യൂസ് ചെയ്യുന്നു ടു ഇൻക്രീസ് ദ വോളിയം ആൻഡ് എക്സ്പോഷർ ഇൻ ദ മാർക്കറ്റ്. അയാളുടെ എന്താണ് ഷെയർ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യാനും അയാളുടെ എക്സ്പോഷർ മാർക്കറ്റിൽ എക്സ്പോഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും? സ്പെക്കുലേറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? ഹ്യൂജ് റിസ്ക് എടുക്കാറ്. അവരെന്ത് ചെയ്യും? ചിലപ്പം ഫണ്ട് കടം മേടിച്ച ചിലപ്പോൾ എന്ത് ചെയ്യും? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹ്യൂജ് റിസ്ക് എടുക്കുന്നത്. ഇൻവെസ്റ്റർ എന്ത് ചെയ്യത്തില്ല? അയാൾ റിസ്ക് അവേഴ്സ് ആണ്. അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല? ചിലപ്പോൾ അധികം റിസ്ക് എടുക്കാൻ സാധ്യതയില്ല. അയാൾ എന്താണ് സ്പെക്കുലേറ്ററിനെക്കാട്ടിയും കൂടുതൽ കുറച്ച് റിസ്ക് ആരും എടുക്കാറുള്ളൂ? ഇൻവെസ്റ്റർ. ഓക്കെ. ഇതാണ് സ്പെക്കുലേറ്ററും ഇൻവെസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അതാണ് സ്പെക്കുലേറ്റർ എന്ന് പറയുമ്പോൾ അയാൾ ഷോർട്ട് പീരിയഡിൽ ഒരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഒരു സ്റ്റോക്കിൽ മറ്റേ സ്റ്റോക്കിലേക്ക് മാറിപ്പോകുന്നു. റിസ്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. പക്ഷെ ഇൻവെസ്റ്റർ അങ്ങനെയല്ല. ഒരു ലോങ് പീരീഡിലേക്കാണ് ചെയ്യുന്നത് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു ഗുഡ് റിട്ടേൺ അയാൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ റിസ്ക് എന്തായിരിക്കും? കുറവായിരിക്കും. ഒരു ഷെയർ ഇൻവെസ്റ്റ്മെന്റ് തന്നെ എന്ത് ചെയ്യുന്നു? അയാൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ഓക്കെ. ഇതൊക്കെയാണ് ഒരു പ്രധാന മേജർ ഡിഫറൻസ് പറയുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് ഗാംബ്ലിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗാംബ്ലിംഗ്. ഗാംബ്ലിംഗ് നമ്മുടെ ഇന്ത്യയിൽ എന്താണ്? അത് പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ. അത് ബാൻ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് ഇത് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. എങ്കിലും പല പബ്, ഗോവയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗാംബ്ലിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്? ലീഗലി കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ, ഗോവയിലൊക്കെ മാത്രം ചില പബ്ബുകളിലൊക്കെ അല്ലെങ്കിൽ ലീഗലി ഉണ്ടെങ്കിലും ഓൾ ഇന്ത്യ എന്താണ്? അത് കൂടുതലും ബാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഫോറിൻ നേഷൻസിലൊക്കെ ഗാംബ്ലിംഗ് എന്താണ്? ഇപ്പോഴും ലീഗലി ചെയ്യുന്നൊരു കാര്യമാണ്. ഭയങ്കര ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. അതുപോലെ ഹൈ ലോസും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഗാംബ്ലിംഗിന്റെ മലയാളം വാക്ക് പറയുന്നത് കുതിര കച്ചവടം എന്ന് പറയും. അതായത് ഞാൻ എന്തുകൊണ്ട് ഒരു ഞാൻ ബെറ്റ് വയ്ക്കുകയാണ്. ഞാൻ ഇപ്പൊ പറയുന്നു ഇന്ത്യ നാളത്തെ കളി ജയിക്കും. അപ്പൊ ഞാൻ പറയുന്നു നാളത്തെ കളി ജയിക്കും. ഒരാൾ പറയുന്നത് ജയിക്കത്തില്ല. ഞങ്ങൾ ഒരു ബെറ്റ് വയ്ക്കുകയാണ്. അപ്പൊ അതൊക്കെ എന്താണ്? ഗാംബ്ലിംഗിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ഗാംബ്ലിംഗ് എന്താണ്. ഗാംബ്ലിംഗ് ഈസ് ദ ആക്ട് ഓഫ് പുട്ടിംഗ് മണി ഇൻ ടു ആൻ ഇവന്റ് വിത്ത് ആൻ അൺസർട്ടൺ ഔട്ട്കം ഇൻ ദ ഹോപ്പ് ഓഫ് വിന്നിംഗ് മോർ മണി. ഒരു അൺസർട്ടൺ ഇവന്റിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ഒരു മണി എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ഇവന്റ് നടക്കാൻ പോവാണ്. ഞാൻ ആ ഫുട്ബോൾ നടക്കുന്നു. അപ്പം വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഞാൻ പറയുന്നത് ആ ഫുട്ബോളിൽ അർജന്റീന കപ്പടിക്കും, അല്ലെങ്കിൽ ബ്രസീൽ കപ്പടിക്കും, അല്ലെങ്കിൽ അർജന്റീനയും ഇറ്റലിയും തമ്മിൽ നടക്കുന്ന അർജന്റീന ജയിക്കും എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കണം. അങ്ങനെ ജയിക്കുന്നു, അങ്ങനെ ജയിക്കുന്നു പറഞ്ഞാൽ രണ്ടു തമ്മിൽ തർക്കമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം IPL നടക്കുന്ന സമയത്തൊക്കെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. IPL നടക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഗാംബ്ലിംഗ് ഇന്ത്യയിൽ നടക്കണം. ഓക്കെ. അതൊന്നും ലീഗലി ഉള്ള കാര്യമല്ല. പക്ഷെ അവൻ ബെറ്റ് വെച്ചു, നഷ്ടം വന്ന് അവർ സഹിച്ചോണം എന്നുള്ള കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അവൻ ഗാംബ്ലിംഗ് എന്താ പറയാ പൈസ വിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ IPL സമയത്തൊക്കെ ഇഷ്ടംപോലെ ഗാംബ്ലിംഗ്, ബെറ്റ് വെപ്പ്, വാതുവെപ്പ്. നിങ്ങളൊക്കെ ക്രിക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ കേട്ടുള്ള കാര്യമാണ് വാതുവെപ്പിന്റെ പേരിൽ, കോഴ വാങ്ങിയതിന്റെ പേരിലൊക്കെ ക്രിക്കറ്റേഴ്സ് ഒക്കെ പുറത്തു പോയി. ശ്രീശാന്തിനൊക്കെ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഗാംബ്ലിംഗിൽ വരുന്നത്. അപ്പൊ ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്കം എന്തോ നമുക്ക് അറിയത്തില്ല. അതിനെ ബേസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ് എന്ത് ചെയ്യുന്നത്. ഗാംബ്ലിംഗ് ഇൻ കോൺട്രാസ്റ്റ് ടു സ്പെക്കുലേഷൻ ഇസ് ഗെയിം ഓഫ് ചാൻസ്. ഒരു ഗെയിം ഓഫ് ചാൻസ് ആണ് എന്ന് പറയുന്നത് ഗാംബ്ലിംഗ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഓക്കെ. എനിക്കത് ചെറിയൊരു പ്രോഫിറ്റേലും കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ഓക്കെ. ഇപ്പോ സ്പെക്കുലേറ്റർ ആണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാം? ഞാൻ 100% എക്സ്പെക്ട് ചെയ്താൽ അപ്പൊ 50% എനിക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് കിട്ടിയേക്കാം. പക്ഷേ ഗാംബ്ലിംഗ് എന്ത് ചെയ്തില്ല? അങ്ങനെ ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. അല്ലാതെ എന്താണ് ഇടയ്ക്ക് ചിലപ്പോൾ എനിക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടിയേക്കാം. അങ്ങനെ ഒരു പരിപാടി ഏതില്ല ഗാംബ്ലിംഗ് എടുത്തില്ല. When gambling, the chance of losing an investment are usually greater than the chance of winning more than the investment. അത് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് എന്താണ് വിൻ ചെയ്യുന്നതിനെ സാധ്യതയെക്കാട്ടിയും വളരെ കൂടുതലാണ് ഗാംബ്ലിംഗിൽ തോൽക്കാനുള്ള സാധ്യത. ഗാംബ്ലിംഗിൽ തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു ഇവന്റിനെയാണ് നമ്മൾ പറയുന്നത്. ഒരു ഷെയറിന്റെ വാല്യൂ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഷെയർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇൻക്രീസ് ചെയ്തോണ്ട് അപ്പൊ അതിന്റെ ഷെയർ വാല്യൂ ചിലപ്പോൾ ഫ്യൂച്ചർ ഇൻക്രീസ് ചെയ്ത് പോയേക്കാം. നല്ല ബാലൻസ് ഷീറ്റ്, നല്ല ഗ്രോത്ത് ഉള്ള കമ്പനി ആണെങ്കിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാം? അതിന്റെ ഷെയർ വാല്യൂ ഇൻക്രീസ് ചെയ്തേക്കാം. പക്ഷേ ഒരു ക്രിക്കറ്റ് കളി നടക്കും, ഒരു ഗെയിം നടക്കും. ആ ഗെയിമിന്റെ ഔട്ട്കം എന്തായാലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ. പല ഫുട്ബോൾ കാണുമ്പോൾ പോലും ഇഞ്ചുറി ടൈമിൽ ജയിച്ചു പോയിട്ടുണ്ട്, ഇല്ലേ? ഇഞ്ചുറി ടൈമിൽ ചിലപ്പം ഗോളിന്റെ പരിധി ജയിച്ചു പോയിട്ടുണ്ട്. ക്രിക്കറ്റിൽ പോലും ഫൈനൽ ലാസ്റ്റ് ഓവറിൽ ലാസ്റ്റ് ബോളിൽ ചെയ്തിട്ടുണ്ട്, ജയിച്ചു പോയ ചരിത്രങ്ങളുണ്ട്. സോ നമുക്കൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ഒരു കളി നമുക്ക് ജയിക്കുകയോ തോൽക്കുകയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരിക്കലും പ്രൊഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ വിൻ ചെയ്യുന്നതിനെക്കാട്ടിയും ഇരട്ടി, അതിനെക്കാട്ടിയും കൂടുതലാണ് ഗാംബ്ലിംഗിൽ തോൽക്കാനുള്ള സാധ്യത. ഗാംബ്ലിംഗ് ഈസ് ആസ് ഒപ്പോസ് സ്പെക്കുലേഷൻ കാരീസ് ഹൈ റിസ്ക് ഓഫ് ലോസ് എന്നാണ്. സ്പെക്കുലേഷൻ അപേക്ഷിച്ച് ഹൈ റിസ്ക് ആണ്, അല്ലെങ്കിൽ ലോസ് ഉണ്ടാവാനുള്ള റിസ്ക്
വളരെ 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 കൂടുതലാണ് ഇതിൽ ഗ്യാപ്പ്. ഓക്കെ, ഇത് നമുക്ക് നോക്കേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ്? ഓക്കെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്യും, എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായി ഇല്ലേ? ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് എനിക്ക് എന്തോ ലക്ഷ്യമുണ്ട്. ഞാൻ ചുമ്മാ ഇൻവെസ്റ്റ്, ഞാനിപ്പോ സൂര്യ സമൃദ്ധി അക്കൗണ്ടിൽ സൂര്യ സമൃദ്ധി അക്കൗണ്ട് എടുക്കും. ഞാൻ എന്തിനാണ് എടുക്കുന്നത്? എന്റെ മോൾക്ക് വേണ്ടി ഞാൻ എടുത്തു, എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? സൂര്യ സമൃദ്ധി അക്കൗണ്ട് എടുക്കും. അല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ കൊണ്ട് 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ അതെന്റെ ഫ്യൂച്ചർ പർപ്പസിനാണ്. ഞാൻ 10 ലക്ഷം വേണ്ടി ഞാൻ ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇല്ലേ? ചുമ്മാ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല. അസറ്റ് മാനേജേഴ്സ് യൂസ് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് ടു ഡിറ്റർമൈൻ ദ ബെസ്റ്റ് പോർട്ട്ഫോളിയോ മിക്സ് ഫോർ എ ക്ലയന്റ്. അപ്പോൾ ഒരു അസറ്റ് മാനേജർ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷെയർ എടുക്കുമ്പോൾ കൂടുതൽ നമുക്ക് ആരുണ്ടായിരിക്കും? ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ അസറ്റ് മാനേജേഴ്സിനും ബ്രോക്കേഴ്സ് നമ്മൾ പറയും. അപ്പോൾ ഒരു അസറ്റ് മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലയന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവിനെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? അയാൾക്ക് ഒരു ബെസ്റ്റ് പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസിനെ നമ്മൾ ക്ലബ് ചെയ്യുന്നതിന് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നിൽ ചിലപ്പോൾ ലോസ് കിട്ടിയാലും മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യാൻ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഒരു ക്ലയന്റ് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ചാണ് അയാൾക്കുള്ള ഒരു ബെസ്റ്റ് പോർട്ട്ഫോളിയോക്ക് എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഗൈഡ്സ് സെലക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ഇൻവെസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്ക് വലിയ റിട്ടേൺ ഒന്നും കിട്ടണ്ട, എനിക്ക് ചെറിയ റിട്ടേൺ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ കൊണ്ട് ബാങ്ക് ഇട്ടാൽ മതി, എനിക്ക് വലിയ റിട്ടേൺ വേണ്ടല്ലോ. എനിക്ക് നല്ല റിട്ടേൺ പെട്ടെന്ന് കിട്ടണം. അത് ഏറ്റവും നല്ല ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല ഏതെങ്കിലും ഷെയർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, റിട്ടേൺ എടുക്കുക. അതാണ് ഏറ്റവും. അപ്പൊ എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സിനെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. Okay. An investor questionnaire frequently defines financial goals and objectives and determines portfolio asset allocation based on individual's primarism, risk tolerance, and financial situation. ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്യും, ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്തില്ല, അയാൾ ചെയ്തില്ല. അയാളുടെ ടൈമറിസം നോക്കും, റിസ്ക് ടോളറൻസ് നോക്കും, ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ്, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? അയാൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്? അയാൾ സെറ്റ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും. ആൻഡ് individual's investment objectives, which is typically based on 4 strategies that include income, growth, trading. ഓക്കെ, ഇതൊക്കെയാണ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യാം? പല ക്ലാസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ടോളറൻസ് ഓഫ് റിസ്ക്? നമുക്ക് നോക്കാം. കുറച്ച് കാര്യം അതിനകത്ത് പറയാനുണ്ട്. എന്താണ് ടോളറൻസ് ഓഫ് റിസ്ക് നോക്കുകയാണെങ്കിൽ, റിസ്ക് ടോളറൻസ് ഈസ് ദ ലെവൽ ഓഫ് റിസ്ക് ദാറ്റ് ഇൻവെസ്റ്റർ ഈസ് വില്ലിംഗ് ടു ആക്സെപ്റ്റ് ഗിവൺ ദ ഫ്യൂച്ചർ വോളറ്റിലിറ്റി ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ. അപ്പൊ ഞാൻ എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാണ്? സിമ്പിളായി പറയുകയാണെങ്കിൽ, ഞാൻ ഷെയർ എടുക്കുമ്പോൾ ഞാൻ എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാണ്, ഏത് ലെവൽ വരെ എനിക്ക് എന്ത് ചെയ്യാം? റിസ്ക് എടുക്കാൻ സാധിക്കും. അതിനെയാണ് എന്ന് പറയുന്നത് റിസ്ക് ടോളറൻസ്, അല്ലെങ്കിൽ ടോളറൻസ് ഫോർ റിസ്ക് എന്ന് പറയും. റിസ്ക് ടോളറൻസ്, ഞാൻ എന്ത് ചെയ്യുന്നു? എത്രത്തോളം റിസ്ക് എനിക്ക് എടുക്കാൻ പറ്റും? ഞാൻ മാക്സിമം റിസ്ക് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഷെയർ ഇപ്പോൾ അദാനി പോർട്ടിന്റെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അതിന് അദാനി പോർട്ടിന്റെ പ്രത്യേകത വില കൂടിയും കുറഞ്ഞിരിക്കുന്ന ഷെയറാണ്. പെട്ടെന്ന് വില കൂടാം, അതുപോലെ എന്ത് ചെയ്യാം? പെട്ടെന്ന് വില കുറയാനും സാധ്യതയുള്ള ഷെയറാണ് അദാനി പോർട്ട് എന്ന് പറയും. കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഹെവി റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ചിലപ്പോൾ ഗ്രേറ്റർ റിട്ടേൺ കിട്ടാം. അപ്പൊ ഞാൻ എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാണ്, എന്റെ ലെവൽ ഓഫ് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി എത്രത്തോളമാണ്, അതിനെ റിസ്ക് ടോളറൻസ് എന്ന് പറയാം. അതും കൂടാതെ എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സിന് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഞാൻ ചുമ്മാ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തില്ല, ടൈം ഹൊറൈസൺ നോക്കും, ഇൻകം നോക്കും, ക്യാപിറ്റൽ ഗെയിൻ നോക്കും, അതിൽ ഡിവിഡന്റ് ടാക്സ് നോക്കും, പിന്നെ കമ്മീഷൻസ് നോക്കും, ടോട്ടൽ വെൽത്ത്, ഇതിനെയൊക്കെ നോക്കിയാൽ ഞാൻ എന്ത് ചെയ്തോളൂ? എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈപ്സിനെ കുറിച്ച്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ടൈപ്സ് എന്ന് പറയുമ്പോൾ പ്രധാന 2 ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ടൈപ്സ് ആണ്. ഒന്ന് പ്രൈമറി ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സും, മറ്റൊന്ന് സെക്കൻഡറി ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ്. പഠിച്ചു വെച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പൊ അതിനെ പലതവണ ക്ലാസ് ചെയ്യാം. 2 ആയിട്ട് ക്ലാസ് ചെയ്തു. ഒന്ന് പ്രൈമറി ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവും, മറ്റൊന്ന് സെക്കൻഡറി ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്. ഇത് നമുക്ക് വീണ്ടും സബ് ക്ലാസ് ചെയ്യാം. പ്രൈമറി ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സിന് നമുക്ക് 3 ക്ലാസ് ചെയ്യാം. സേഫ്റ്റി, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം. ഇനി സെക്കൻഡറി ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സിന് എനിക്ക് വീണ്ടും 2 ക്ലാസിഫൈ ചെയ്യാം. ലിക്വിഡിറ്റി ആൻഡ് ടാക്സ് സേവിങ്സ്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വേണ്ടേ. അപ്പൊ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഞാൻ എന്തായിരിക്കും? ജസ്റ്റ് ഒരു 1 വേർഡ് നമുക്ക് ആദ്യം പറയാം. എന്റെ എക്സ്പ്ലനേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഞാൻ എന്തായിരിക്കും? എന്റെ ഇരിക്കുന്ന ഫണ്ട് സേഫ് ആയിട്ടിരിക്കണം. എന്റെ കയ്യിരിക്കുന്ന ഫണ്ട് എനിക്ക് എന്തായിരിക്കണം? സേഫ് ആയിട്ടിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ എനിക്ക് സേഫ്റ്റി നോക്കി ഇൻവെസ്റ്റ് ചെയ്താൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ക്യാപിറ്റൽ ഗെയിൻ ആണ് നോക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ എനിക്ക് എന്ത് ചെയ്യണം? എക്സ്ട്രാ ഇൻകം, എനിക്ക് കുറച്ച് കൂടുതൽ ഫണ്ട് എനിക്ക് ആവശ്യം. ഓക്കെ, അപ്പൊ എനിക്ക് അതിനനുസരിച്ചുള്ള ഏതെങ്കിലും ഏരിയ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. എനിക്ക് ഇൻകം കിട്ടിയാൽ മതി. എനിക്ക് കൃത്യമായിട്ട് റെഗുലർ ഇൻകം കിട്ടണം. ചിലപ്പോൾ എനിക്ക് ഒരു 10 ലക്ഷം രൂപ കിട്ടി. എനിക്ക് റെഗുലർ ഇൻകം കിട്ടണം. ഞാൻ എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാസം എനിക്ക് എന്ത് ചെയ്യാം? ഇൻകം എടുക്കാം. എനിക്ക് റെഗുലർ ഇൻകമാണ്.
അതൊരു ഒബ്ജക്റ്റീവ് ആണ്. മറ്റൊന്ന് സെക്കൻഡറി ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് രണ്ടാം ക്ലാസ് ചെയ്യുന്നു, ലിക്വിഡിറ്റിയും ടാക്സ് ചെയ്യുന്നു. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ലിക്വിഡിറ്റി? നിങ്ങൾ കേട്ടിട്ടുണ്ടായി ലിക്വിഡിറ്റി ഈസിലി കൺവേർട്ടഡ് ഇൻടു ക്യാഷ്. നമുക്ക് എന്ത് ചെയ്യാം, എത്രയും വളരെ പെട്ടെന്ന് നമുക്ക് ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെന്നോ. ഒരു ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ക്യാഷാക്കി മാറ്റാൻ പറ്റുമെന്നോ. ഓക്കെ, ചിലപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കാം, ഗോൾഡ് ആവാം, ഷെയർ ആകാം, ഏതും ആകാം. അതിന് എനിക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റും. ലിക്വിഡിറ്റി നോക്കാം. ഒരു ടാക്സ് സേവിങ്. എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്റെ ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നല്ല സാലറി മേടിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ ഒരു 50,000 രൂപ അല്ലെങ്കിൽ 70,000 രൂപയൊക്കെ സാലറി മേടിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് അയാൾക്ക് എന്ത് ചെയ്യണം, ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യണം. ഓക്കെ, ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ അയാൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഡിഡക്ഷൻസ് ഫയൽ ചെയ്യണം. അപ്പൊ അതിന് ഡിഡക്ഷൻസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തെങ്കിൽ എന്ത് ചെയ്യും, അയാൾക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പൊ എവിടെയൊക്കെ അയാൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റും, ചില പർട്ടിക്കുലർ ഇൻഷുറൻസുകളിലൊക്കെ എന്ത് ചെയ്യാം, നാഷണൽ പെൻഷൻ സ്കീമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ എന്താണ് ലൈഫ് ഇൻഷുറൻസ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യാം, ഡിഡക്ഷൻസ് എനിക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പൊ ടാക്സ് സേവിങ്സ് എനിക്ക് എവിടെ കിട്ടും, അതിനെയൊക്കെ നോക്കി എനിക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്. ഓക്കെ, നമുക്ക് ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഒന്ന് നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ്സിൽ സേഫ്റ്റി ആണ് നമ്മൾ നോക്കാം. എന്താണ് സേഫ്റ്റി? എവരി വൺ വാണ്ട്സ് ദെയർ മണി ടു ബി സേഫ് ആൻഡ് സെക്യൂർ. എല്ലാവരും ആഗ്രഹിക്കുന്നതായിരിക്കും അയാളുടെ ഫണ്ട് സേഫ് ആയിട്ടിരിക്കാൻ മാത്രമേ ഏതൊരാൾ എന്ത് ചെയ്യത്തുള്ളൂ, ആഗ്രഹിക്കുന്നുള്ളൂ. A conservative investor who wants to receive their initial capital investment on time and without losses, then the safety objective is critical to them. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ഫണ്ട് സേഫ് ആയിട്ടിരിക്കണം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, അയാളുടെ ഫണ്ട് സേഫ്റ്റിയാണ്. അയാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കണം, വിത്തൗട്ട് ലോസ് അയാൾക്ക് എന്ത് ചെയ്യണം, കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യും, സേഫ്റ്റി മാത്രമായിട്ട് നോക്കുന്നത്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കേസിൽ എന്ത് തോന്നും അയാൾ, അതായത് അയാൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്ന് ഉദ്ദേശിക്കുന്നത്. അയാൾ എന്ത് ചെയ്യുന്നില്ല, റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് മാത്രം എന്ത് ചെയ്തു അയാൾ ഇൻവെസ്റ്റ് ചെയ്തു. രണ്ടാമത് പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, when an investor wants to grow his wealth, capital gain or capital appreciation is an important investment. അയാളുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യണം. ഇപ്പൊ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടാൻ എനിക്ക് 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും എന്റെ ഒബ്ജക്റ്റീവ്. ഇപ്പൊ എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് 10 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 15 ലക്ഷം രൂപ കിട്ടണം. അപ്പൊ ഞാൻ ഒരു ലാൻഡ് മേടിച്ചു. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പൊ അവരൊരു ഷെയർ ഒരു ലാൻഡ് മേടിച്ചിട്ട് അവർ വിൽക്കുന്ന ഇരട്ടിയിലേക്ക് ആയിരിക്കും. ഇപ്പൊ 1 ലക്ഷം, ഒരു സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് അവർ മേടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വിൽക്കുന്ന 1.5 ലക്ഷം രൂപയ്ക്കോ 2 ലക്ഷം രൂപയ്ക്കായിരിക്കും ചെയ്യുന്നത് അവർ ആ സെന്റിന്. ഓക്കെ, മനസ്സിലായി കഴിഞ്ഞു. അപ്പോ എന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ. ക്യാപിറ്റൽ ഗെയിൻസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ത്രൂ കൺസർവേറ്റീവ് ഗ്രോത്ത്, അഗ്രസീവ് ഗ്രോത്ത് ഓർ സ്പെക്കുലേഷൻ. ചിലപ്പോൾ കൺസർവേറ്റീവ് ഗ്രോത്തിലൂടെ, അഗ്രസീവ് ഗ്രോത്തിലൂടെ, സ്പെക്കുലേഷനിലൂടെ എനിക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ഗെയിനിലേക്ക് അക്യൂർ ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻകം ആണെങ്കിൽ ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? ദ ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് ആസ് ദ നെയിം ഇംപ്ലൈസ് മീൻസ് ഇൻവെസ്റ്റിംഗ് ടു ജനറേറ്റ് ദ സോഴ്സ് ഓഫ് ഇൻകം, ദാറ്റ് ഇസ് ഡിവിഡന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ഈൽഡ് അതർ ഫോംസ് ഓഫ് ഇൻകം. ചിലപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഡിവിഡന്റ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈൽഡ് കിട്ടിയാൽ മതി. എനിക്ക് അത് കിട്ടും. റെഗുലറായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഡിബഞ്ചറിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും കമ്പനി ഡിബഞ്ചറിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, എനിക്ക് റെഗുലറായിട്ട് എന്ത് ചെയ്യും, ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് മന്ത്ലി എനിക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ കമ്പനി എനിക്ക് ഡിവിഡന്റ് കിട്ടിയാൽ മാത്രം മതി, എനിക്ക് ഡിവിഡന്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ്, എനിക്ക് വേറെ പ്രത്യേകിച്ച് നേട്ടമൊന്നും വേണമെങ്കിൽ കൃത്യമായി ഡിവിഡന്റ് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അതെന്താണ്, അയാൾക്ക് ഇൻകം ആണ് അയാളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദ ഇൻവെസ്റ്റഡ് ഗോട്ട് ഹാവ് എ ഹൈ ലെവൽ ഓഫ് റിസ്ക് ആൻഡ് ലോ സ്റ്റെബിലിറ്റി ബട്ട് ദേ ആൾസോ ഹൈ റിട്ടേൺ. അപ്പൊ ഈ എന്താണ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉള്ളവർക്ക് എന്തായിരിക്കും, റിസ്ക് ഇച്ചിരി കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി കുറവായിരിക്കും, അതോടൊപ്പം ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്ന റിട്ടേൺ വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ എനിക്ക് റെഗുലറായിട്ട് ഇൻകം കിട്ടണം, ഡിവിഡന്റ് കിട്ടണം ഉദ്ദേശിക്കണമെങ്കിൽ ഞാൻ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അവിടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്യാം, ഡിവിഡന്റ് കിട്ടിയേക്കാം, പക്ഷെ എന്ത് ചെയ്യും, ഞാൻ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ചിലപ്പോൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും നഷ്ടമാക്കാം. ഇൻകം ഒബ്ജക്റ്റീവ്സ് ആർ പോപ്പുലർ among conservative investors with their attractive returns and ability to keep with the inflation. ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഇൻകം ഒബ്ജക്റ്റീവ് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻകം ഒബ്ജക്റ്റീവ് ആണ്. കാരണം എന്താണ്, കുറച്ചും കൂടെ നമുക്കത് പ്രോഫിറ്റബിൾ ആണ്, അട്രാക്റ്റീവ് ആണ്. നമുക്ക് എന്ത് ചെയ്യും, അത് നമുക്ക് അധികം നഷ്ടം വരാൻ, അത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. മറ്റേ കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സിനെ അപേക്ഷിച്ചായിരിക്കും, കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സിൽ എന്തായിരിക്കും, കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അവര് ഇൻകം ജനറേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അവർക്ക് ഏതൊരാൾക്കും. അപ്പൊ നിങ്ങൾക്ക് ആയപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ എന്താണ്, ഒരു എക്സ്ട്രാ ഇൻകം കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. സോ ഒരു അഡീഷണൽ ഇൻകം കിട്ടുക. അപ്പോൾ ഇൻകം ഒബ്ജക്റ്റീവ് ആയിരിക്കും പോപ്പുലർ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു പ്രധാനമാണ്. ഇനി നമുക്ക് സെക്കൻഡറി ഒബ്ജക്റ്റീവ്സിലേക്ക് പോകണമെങ്കിൽ രണ്ടെണ്ണമാണ് ലിക്വിഡിറ്റിയും ടാക്സ് സേവിങ്സും. ലിക്വിഡിറ്റി നേരത്തെ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം. എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം,
എമർജൻസി കേസ് വരികയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, അതിനെനിക്ക് ക്യാഷ് ആയി കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം. The ability to instantly trade or sell or convert asset into cash with ease in the market and with the minimal risk of loss referred to as liquidity. അതായത് എനിക്ക് എന്ത് ചെയ്യണം, എന്റെ ഇരിക്കുന്ന ഷെയർ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുക, എനിക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇത് എന്താണ് മാർക്കറ്റ് നഷ്ടം വരാതെ എനിക്ക് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യാൻ നഷ്ടം വരാതെ എനിക്ക് എന്ത് ചെയ്യണം, അതിനെ എനിക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം സമയത്ത് വിത്ത് മിനിമം റിസ്ക് കുറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണം, അതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ചില എമർജൻസി കേസിലെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ഇപ്പോൾ ക്യാഷ് പെട്ടെന്ന് അത്യാവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്റെ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് ക്യാഷ് ആക്കി മാറ്റി പറ്റും. സോ ഇപ്പോൾ ബാങ്കിലെ കൊണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്യാഷ് ആയിട്ട് പറയാം. എമർജൻസി കേസ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ ഫണ്ട് എനിക്ക് വിഡ്രോ ചെയ്തെടുക്കാം. സോ അതൊരു എക്സാമ്പിൾ ആണ്. മറ്റൊരു ഒബ്ജക്റ്റീവ് ടാക്സ് സേവിങ്സ്. എനിക്കിപ്പോൾ ടാക്സ്, ഞാൻ നല്ലൊരു ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാം, ടാക്സ് സേവ് ചെയ്യാം. ടാക്സ് സേവിങ്സ് ആർ മോർ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ ഫോർ മെനി പീപ്പിൾ. എല്ലാവരും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്തായിരിക്കും, ടാക്സ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ LIC കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റെവിടെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ ടാക്സ് ഡിഡക്ഷൻസ് കിട്ടും. ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ട്, നാഷണൽ പെൻഷൻ സ്കീം ആർ 2 എക്സാമ്പിൾസ് ഓഫ് ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ ടാക്സ് ഫ്രീ അക്കൗണ്ടുകളുണ്ടും നാഷണൽ പെൻഷൻ സ്കീം ഒക്കെ ഉണ്ട്. അതിലൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എനിക്ക് എന്ത് ചെയ്യാം, ടാക്സ് ഡിഡക്ഷൻസ് എനിക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആൻഡ് ടാക്സ് സേവിങ്സ് മ്യൂച്വൽ ഫണ്ട്സ് ആർ പോപ്പുലർ വേസ് ടു സേവ് ടാക്സസ് വൈൽ ഏർണിംഗ് ഗുഡ് റിട്ടേൺ. അപ്പോൾ ഈ ഇൻഷുറൻസ് പോളിസീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ടാക്സ് ഡിഡക്ഷൻസ് കിട്ടുന്ന. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നമുക്ക് എൻവയോൺമെന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, ഇത് നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഈ ഏരിയയിൽ ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ്, സ്പെക്കുലേഷൻ ആൻഡ് ഗാംബ്ലിംഗ് ആൻഡ് ഗിവിംഗ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഏരിയയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റിംഗ് ഫ്രം സ്പെക്കുലേഷൻ ഇൻവെസ്റ്റ്മെന്റ്. സ്പെക്കുലേഷൻ എന്തായിരിക്കും, ഇത് ഗാംബ്ലിംഗ് ഇൻവെസ്റ്റ്മെന്റ് വ്യത്യാസമായിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഗാംബ്ലിംഗ് സ്പെക്കുലേഷൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഗാംബ്ലിംഗ് യൂഷ്വലി ഷോർട്ട് ആണ്, സ്പെക്കുലേഷൻ വേരിയബിൾ ആയിരിക്കും, ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും ലോങ് ആയിരിക്കും. ഗാംബ്ലിംഗിന്റെ റിസ്ക് വളരെ ഹൈ ആയിരിക്കും, സ്പെക്കുലേഷൻ റിസ്ക് ഹൈ ആണ്, ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ലോ ആയിരിക്കും. എക്സ്പെക്ടഡ് റിട്ടേൺ ഗാംബ്ലിംഗിൽ വളരെ ചിലപ്പോൾ യൂഷ്വലി നെഗറ്റീവ് ആകാം, ചില വേരി ചെയ്യാം. സ്പെക്കുലേഷൻ എന്ത് ചെയ്യാം, മിക്സർ ആയിരിക്കും, ഹൈ അല്ലെങ്കിൽ ഹൈ വേരിയബിൾ ആയിരിക്കാം. ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ യൂഷ്വലി പോസിറ്റീവ് ആയിരിക്കാം. അസറ്റ് ഗാംബ്ലിംഗ് പർച്ചേസ് ചെയ്യുന്നില്ല, പക്ഷെ സ്പെക്കുലേഷൻ ചിലപ്പോൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇൻട്രസ്റ്റ് സ്റ്റേക്ക് വെച്ച് ഇൻട്രസ്റ്റ്, അവർക്ക് സ്റ്റേക്ക് ഉണ്ട്. ഗാംബ്ലിംഗിലും സ്പെക്കുലേഷൻ സ്റ്റേക്ക് ഉണ്ടായിരിക്കും, പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കില്ല. ഡെഫിനറ്റ് ഇൻകം കിട്ടുമെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് യൂട്ടിലിറ്റി ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്കണോമിക് യൂട്ടിലിറ്റി വളരെ കുറവായിരിക്കും. സ്പെക്കുലേഷൻ എന്തായിരിക്കും, അത് മിക്സർ ആയിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും എക്കണോമിക് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഡെഫിനറ്റീവ് ഇവന്റ് ഒരു ഔട്ട്കം. അപ്പോൾ ഒരു ഇവന്റിന്റെ ബേസ് ചെയ്തിട്ടാണ് ഏതിരിക്കുന്നത്, ഗാംബ്ലിംഗ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഔട്ട്കമിന്റെ ബേസ് ആയിരിക്കും ഗാംബ്ലിംഗ് ഇരിക്കുന്നത്. അപ്പോൾ ഏതിലുണ്ട്, ഗാംബ്ലിംഗിൽ ഡെഫിനറ്റീവ് ഇവന്റ് അല്ലെങ്കിൽ ഔട്ട്കം ഉണ്ടായിരിക്കും. സ്പെക്കുലേഷൻ എന്നാണ് യൂഷ്വലി ആണ്, ചിലപ്പോൾ ഒരു ഇവന്റിനെ ചിലപ്പോൾ ബേസ് ചെയ്തിട്ട് പറയാം, ഔട്ട്കം ബേസ് ചെയ്ത് പറയാം. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് എന്നില്ല, ഒരു ഇൻകത്തിന് അല്ലെങ്കിൽ ഒരു ഔട്ട്കമിനോ അല്ലെങ്കിൽ ഇവന്റിനെ ബേസ് ചെയ്തിട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച്. അപ്പോൾ ക്ലാസ്സുകൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൺസൾട്ട് ടീച്ചറോട് സംസാരിക്കുക. അവർ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യും, ഞങ്ങളെ അറിയിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാരിഫൈ ചെയ്ത് പോകുന്നതായിരിക്കും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മെത്തേഡ്സ് ഓരോരുത്തർക്കും മനസ്സിലാക്കുന്ന പല രീതിയിലായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ചിലപ്പം ഒരാൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം, മറ്റൊരാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്യാച്ച് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഡിഫറെന്റ് ആയിരിക്കും പലരും. അപ്പൊ ഒരാളുടെ ലേണിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ചിലർക്ക് ക്ലിയർ ആകാം, ചിലർക്ക് ക്ലിയർ ആകാതെയും ഇരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ, ഇതൊരു ഫസ്റ്റ് ബേസിക് ക്ലാസ് ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അത് പറയാം. ക്ലാസ് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് പറയണം. കാരണം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കും അവർക്കെല്ലാം മനസ്സിലാവുന്നത് ഞാൻ ഈ ഫ്ലോയിൽ തന്നെ പഠിപ്പിച്ചു പോകും, നിങ്ങളെ ക്ലാസ് കാണും, നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ് ഒരു പ്രയോജനം ഉണ്ടായിരുന്നു, നിങ്ങൾ പഠിക്കുന്ന ടൈം വെറുതെ കളയും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എന്നോട് ചോദിക്കണം. അല്ലെങ്കിൽ കൺസേൺഡ് ട്യൂട്ടേഴ്സുമായിട്ട് ആരാണോ പ്രോഗ്രസ് പേഴ്സൺ അവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർ തീർച്ചയായിട്ടും നിങ്ങളോട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. മനസ്സിലാകുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം, അത് തീർച്ചയായിട്ടും പറയാം. ഓക്കെ, താങ്ക് യു.